الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل أطيعوا الله وأطيعوا الرسول فإن تولوا فإنما عليه ما حمل وعليكم ما حملتم وإن تطيعوه تهتدوا وما على الرسول إلا البلاغ المبين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, സന്തോഷത്തിന്റെയും സമർപ്പണത്തിന്റെയും തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് ലോകത്തിന്റെ മിക്ക കോണുകളിലും വിശ്വാസികളുടെ സമൂഹം ഇന്നും നാളെയുമായി ഈദ് ആഘോഷിക്കുകയാണ്. എല്ലാ സമൂഹത്തിനും അവരുടേതായ ആഘോഷങ്ങളും സന്തോഷവേളകളും വിനോദ ദിനങ്ങളുമൊക്കെ ഉള്ളതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന് ആഹ്ലാദിക്കുവാനും വിനോദിക്കുവാനും ആയ വിധത്തിൽ രണ്ട് പെരുന്നാളുകളെ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയോടുകൂടി നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. ആ പെരുന്നാളിലാണ് നമ്മൾ ഉള്ളത്. മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നപ്പോ അവിടെയുള്ള ചില ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ആളുകൾ കൂടുതൽ വിനോദങ്ങളിലും സന്തോഷങ്ങളിലും ഏർപ്പെടുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു, മാ ഹാദാനിൽ യൗമാൻ, എന്താണ് ഈ രണ്ട് ദിവസങ്ങൾ? അപ്പോൾ അവർ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത്, റസൂലേ, ഇത് ഞങ്ങളുടെ അന്ധകാലഘട്ടങ്ങളിൽ ജാഹിലിയത്തിൽ ഇസ്ലാമിന്റെ മുമ്പ് ഞങ്ങൾ കളിക്കാറുണ്ടായിരുന്ന വിനോദിക്കാറുണ്ടായിരുന്ന ഒരു ദിവസമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ മറുപടി പറഞ്ഞു. അപ്പോഴാണ് റസൂൽ പറഞ്ഞത്, ഖദ് അബ്ദലകുമുല്ലാഹു ഖൈറൻ മിൻഹുമാ, നിങ്ങൾക്കിതാ അല്ലാഹു അതിനേക്കാളും ഉത്തമമായ രണ്ട് ദിവസത്തെ അല്ലാഹു പകരമാക്കിയിരിക്കുന്നു. ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ വ ഈദുൽ ഫിത്ർ, അതാണ് ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റും. ആ ഒരു ഈദിലാണ് നമ്മൾ ഉള്ളത്. അഥവാ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം ലഭിച്ച ഒരു ആഘോഷത്തിലാണ് നമ്മൾ ഉള്ളത്. ഈ ആഘോഷത്തിന് ചില ചരിത്രപരമായ നിമിത്തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. ലോകത്തെ മാനവകുലം മുഴുവൻ
2/3 മാനവകുലവും അംഗീകരിക്കുന്ന പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗപൂർണമായ ജീവിതത്തിനെ അനുസ്മരിച്ചുകൊണ്ടാണ്, അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ്, അതിനെ തന്റെ ജീവിതത്തിലേക്ക് ഇറക്കി വച്ചിരിക്കുന്നു എന്ന പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടാണ് ലോകത്തിലെ മുസ്ലിം സമൂഹം ഇന്ന് ആഘോഷിക്കുന്നത്. പ്രവാചകനെ, ഇബ്രാഹിം പ്രവാചകനെ ആദരിക്കുന്ന ഒരുപാട് മനുഷ്യർ ലോകത്തിലുണ്ട്. മാനവകുലത്തിന്റെ 2/3 ഭാഗവും ലോകത്തിലെ ഏറ്റവും വലിയ അനുയായികളുള്ള ക്രിസ്തുമതവും ജൂതമതവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആദരിക്കുന്നു. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആദരിക്കുന്നതോടൊപ്പം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കണിശമായ വക്രതയില്ലാത്ത ഹനീഫായ ആ ജീവിത പാത പിന്തുടരുന്ന ഒരേ ഒരു വിഭാഗം മാത്രമേ ഈ ഭൂമി ലോകത്തിലുള്ളൂ. അത് ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. ആ പ്രവാചകന്റെ അനുയായികളായ നമ്മളോട് അല്ലാഹു കൽപ്പിച്ചത് വേണ്ട, അല്ലാഹുവിന്റെ പ്രവാചകനോട് പോലും അല്ലാഹു കൽപ്പിച്ചത് ഇത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ. അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം പ്രവാചകന്റെ മാതൃകയെ നീ, വക്രതയില്ലാത്ത ആ മാതൃകയെ നീ പിന്തുടരുക എന്നതാണ്. ആ പ്രവാചകന്റെ ഹനഫിയായ മാതൃക, ആ പ്രവാചകന്റെ ത്യാഗപൂർണമായ മാർഗം മില്ലത്തു അബീക്കും ഇബ്രാഹിം. ഈദ് ആവർത്തിച്ചു വരുന്ന ബലിപെരുന്നാളിലൂടെ ലോകത്തിലെ ഓരോ മുസ്ലിമും ലോകത്തിന്റെ മുമ്പിൽ ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുന്നത് അതെ, എന്റെ മതം എന്ന് പറഞ്ഞാൽ അത് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയാണ്. അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തെറ്റുപറ്റാത്ത നേർക്ക് നേരെയുള്ള ആ മാർഗം പിന്തുടരുവാനാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ. അവനവന്റെ മതത്തെ ഏറ്റവും നന്നാക്കിയവൻ ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹുവിന് അവന്റെ മുഖത്തെ നന്മ പ്രവർത്തിക്കുന്നവനായും കൊണ്ട് സമർപ്പിച്ചവനാണ്. തീർന്നില്ല, അതിന്റെ മാതൃക, അതിന്റെ ആൾ രൂപം ഇബ്രാഹിം ഹനീഫ. എബ്രഹാം പ്രവാചകന്റെ മാതൃകയെ പിന്തുടരുകയും ചെയ്യുന്ന ആളുകളാണ്. കാരണം ഇബ്രാഹിമ ഖലീല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം പ്രവാചകനെ അലൈഹിസ്സലാമിനെ അല്ലാഹു ആത്മമിത്രമായി സ്വീകരിച്ചിട്ടുണ്ട്. ലോകത്തെ വലിയ വലിയ ആളുകളുടെ സൗഹൃദം ലഭിക്കുന്നതിൽ അഭിമാനിക്കുന്ന മനുഷ്യരെ, വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാനുള്ളത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ സൗഹൃദം നേടിയ ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ ആത്മമിത്രമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃകയാണ്. ആ മാതൃകയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഇതാ നിങ്ങൾക്കുമുണ്ട് ആ ആത്മതൃത്വത്തിന്റെ സ്ഥാനത്തിലേക്ക് ഉയരുവാനുള്ള അവസരം. എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത്? ആ ഇന്നത്തെ പ്രസംഗങ്ങളിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുഴങ്ങുന്ന ഒരായത്താണിത്. ഇത്തബിഉ മില്ലത അബീക്കും ഇബ്രാഹിമ, ഇത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ. ഇബ്രാഹിം പ്രവാചകന്റെ മാതൃക നിങ്ങൾ പിന്തുടരുക. പക്ഷേ നമ്മളിൽ എത്ര ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് മില്ലത്ത് ഇബ്രാഹിം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃക വിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിൽ അല്ലാഹു വിശ്വാസികളുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഈദ് ആഘോഷിക്കുന്ന വിശ്വാസികളെ, എന്റെയും നിങ്ങളുടെയും മുമ്പിൽ അതുണ്ടോ? മില്ലത്ത് ഇബ്രാഹിം കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേടിയത് ഇമാമുൽ ലിന്നാസ്, മനുഷ്യരുടെ മുഴുവൻ നേതൃത്വത്തിലേക്കാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഉമ്മത്തൻ ഖാനിത, സമർപ്പിതനായ ഒരു പ്രസ്ഥാനമാണെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് വമിനൽ ആഖിറതി മിനസ് സാലിഹീൻ എന്നാണ്. സച്ചരിതരിൽപ്പെട്ടവരാണ്. ഈ വിശേഷണങ്ങൾ മുഴുവനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നേടിക്കൊടുത്തത് അതിന് ഉപോത്ബലകമായ ചില ജീവിതത്തിന്റെ യോഗ്യതകളും അടിസ്ഥാന തത്വങ്ങളുമുണ്ട്. ആ അടിസ്ഥാന തത്വങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരുമ്പോഴാണ് ഞാൻ എബ്രാഹിം പ്രവാചകന്റെ മാതൃകയിൽ ഉണ്ടാകുന്നത്. ഏതാണത്? അതിലൊന്നാമത്തത് ആ പ്രവാചകന്റെ ഹനഫിയത്താണ്, അഥവാ ഇബ്രാഹിം ഹനീഫ. എവിടെയൊക്കെ ഇബ്രാഹിമിനെ പറയുന്നുണ്ടോ അവിടെയൊക്കെയും അള്ളാഹു കൂട്ടിച്ചേർത്തൊരു പ്രയോഗമാണ് ഹനീഫ് എന്ന പദം. എന്താണ് ഹനീഫ്? നേർക്ക് നേരെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ, അള്ളാഹുവിന്റെ മാതൃക, അള്ളാഹുവിന്റെ മാർഗം സ്വീകരിച്ച ആ പ്രവാചകൻ.
ഏകദൈവ വിശ്വാസത്തിന്റെ കാര്യത്തിൽ, അഖീദയുടെ കാര്യത്തിൽ, തൗഹീദിന്റെ കാര്യത്തിൽ വിശ്വാസ രംഗത്ത് ഋജുവായ ജീവിതം മാതൃക പിന്തുടർന്നവൻ, അതിന്റെ മുമ്പിൽ യാതൊരു വക്രതയും സ്വീകരിക്കാതെ, യാതൊരു വളച്ചുകെട്ടലുകൾക്കും തയ്യാറാകാതെ, യാതൊരു നീക്കുപോക്കിനും തയ്യാറാവാതെ എന്നെ സൃഷ്ടിച്ചവനായ എനിക്ക് വായുവും വെള്ളവും നൽകുന്ന പടച്ച റബ്ബിനോടല്ലാതെ അവന്റെ അവകാശങ്ങളെ ഞാൻ വിട്ടുകൊടുക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചന്ദ്രനെയും നക്ഷത്രാദികളെയും സൂര്യനെയും ഒക്കെ ആരാധിക്കുന്ന 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഇറാഖിലെ മനുഷ്യർ, ആ പ്രാകൃതരായ മനുഷ്യരോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ സ്ഥൂലതകളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട്, പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ അത്യുദാരമായ സൂക്ഷ്മതയെ കുറിച്ച് വിളിച്ചു ചൂണ്ടി അവരോട് പറഞ്ഞു, ആരാണ് സൂര്യനെ സൃഷ്ടിച്ചത്, ആരാണ് നക്ഷത്രാദികളെ സൃഷ്ടിച്ചത്, അവർക്ക് അവന് വേണ്ടിയാണ് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടതെന്ന്. ആ മനുഷ്യൻ, ആ പ്രവാചകന്റെ പ്രബോധനത്തിന്റെ പ്രസക്തി ഇങ്ങ് 4000 കടന്ന് ആധുനിക നൂറ്റാണ്ടിലും അപ്രസക്തമാകുന്നില്ലെന്നത് എന്തൊരു അത്ഭുതമാണ്. തന്റെ വീട്ടിലെ പൂജാമുറിയിൽ വെച്ച ബിംബങ്ങളും ആകാശത്രയങ്ങളിലെ നക്ഷത്രങ്ങളുമാണ് എന്റെ ജീവിതത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന കോടാനുകോടി മനുഷ്യർ ആ ജീവിക്കുന്ന ഒരാധുനിക ലോകത്തിന്റെ പരിസരങ്ങളിലാണ് സഹോദരന്മാരെ നമ്മളും ജീവിക്കുന്നത്. ഇവിടെയാണ് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃകയിൽ ഒന്നാമതായി കടന്നു വരുന്ന ഹനഫിയത്ത്. വിശ്വാസപരമായി യാതൊരു വിധത്തിലുള്ള മാലിന്യങ്ങളും ചേരാത്ത വിശ്വാസത്തിന്റെ ഉടമയാണ് ഞാൻ എന്നാണ് നാം വിളിച്ചു പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവല്ലാതെ യാതൊരു ഇലാഹുമില്ല. ഈ പ്രഖ്യാപനത്തിൽ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലും ഈ മേഖലയിൽ കളങ്കമുണ്ടായിക്കൂടാ. രണ്ടാമത്തത് അവൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഇസ്തിസ്ലാമു വൽ വഫാ, അദ്ദേഹത്തിന്റെ സമർപ്പണവും അതുപോലെ തന്നെ വാഗ്ദത്ത പൂർത്തീകരണവുമാണ്. ഖാലലഹു റബ്ബുഹു അസ്ലിം, നീ കീഴൊതുങ്ങണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞപ്പോ ഖാല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന് ഞാൻ കീഴൊതുങ്ങി. സഹോദരന്മാരെ, മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ആ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അല്ലാഹു സൂറത്തുൽ ഹജ്ജിന്റെ അവസാനം പറഞ്ഞു, ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫി ഹാദാ, അല്ലാഹുവാണ് നിങ്ങൾക്ക് മുസ്ലിം എന്ന നാമം നൽകിയത്. അതിന്റെ അർത്ഥം എന്താണ്? അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചു തന്ന സമർപ്പണം. ആ സമർപ്പണത്തിന്റെ അടയാളം പേറി ജീവിച്ച് മരിക്കേണ്ടവരല്ല നമ്മൾ, മറിച്ച് ആ അടയാളത്തിന് ജീവൻ നൽകേണ്ടവരാണ്. എന്റെയും നിങ്ങളുടെയും തീറ്റയും കുടിയും വസ്ത്രവും വ്യാപാരവും അതുപോലെ തന്നെ ഇടപാടും വിശ്വാസവും കർമ്മവും സ്വഭാവവും പടച്ച റബ്ബിന് സമർപ്പിക്കപ്പെട്ടതാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന രാപ്പകലുകൾ എനിക്കും നിങ്ങൾക്കും എത്രയുണ്ട് എന്ന ചിന്തയാണ് ഈ ഈദ് നമ്മൾക്ക് നൽകേണ്ടത്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഈദ് നമ്മൾക്ക് നൽകിയത് പരസ്പര ബന്ധങ്ങളെ കൂട്ടിയുറപ്പിക്കുവാനാണ്. പ്രവാചകനെ പിൻപറ്റുന്ന വിഷയത്തിലാണ് നമ്മുടെ സമർപ്പണത്തിന്റെ പൂർത്തീകരണയുള്ളത്. അതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതി വെച്ച ആയത്ത്. നിന്റെ പേര് അഹമ്മദാണോ മുഹമ്മദാണോ എന്നതിനല്ല പ്രസക്തി, മറിച്ച് അല്ലാഹു പറയുന്നു, അഖുൽ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, നീ പറയുക പ്രവാചകരെ, അല്ലാഹുവിനെ നീ പിൻപറ്റുക, അവന്റെ റസൂലിനെ നീ പിൻപറ്റുക. വൈൻ തവല്ലൗ, നിങ്ങളുടെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ മേഖലയിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റുമ്പോഴാണ് നീ മുസ്ലിം എന്ന പേരിന് അർഹനാകുന്നത്. വൈൻ തവല്ലൗ, അതല്ല നീ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, വൈൻ തവല്ലൗ ഫഇന്നമാ ഹുമ്മില അലൈഹി, ആ പ്രവാചകന് ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് എന്താണോ അത് മാത്രമേ ബാധ്യതയുള്ളൂ. ഫഇന്നമാ ഹുമ്മില അലൈക്കും, നിങ്ങളുടെ മേൽ എന്താണോ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടത് അതിന്റെ ബാധ്യത അത് നിങ്ങൾക്കാണ്. വമാ, അല്ലാഹുവിന്റെ പ്രവാചകൻ വൈൻ തുതിഊഹു, നിങ്ങൾ ആ പ്രവാചകനെ അനുസരിക്കുമ്പോൾ മാത്രമാണ് തഹ്തദു, നിങ്ങൾ നേർമാർഗത്തിലേക്ക് വരുന്നത്. ചിന്തിക്കൂ സഹോദരി, ചിന്തിക്കൂ സഹോദര, നിന്റെ പ്രഭാതം തുടങ്ങുന്നത് മുതൽ, നിന്റെ വിരിപ്പിൽ നിന്ന് നീ എഴുന്നേൽക്കുന്നത് മുതൽ പ്രവാചകന്റെ മാതൃക ഉൾക്കൊണ്ട് കണ്ടാണോ നിന്റെ എഴുന്നേൽപ്പ്, നിന്റെ വസ്ത്രധാരണം, നിന്റെ ജീവിതം, നിന്റെ ക്രയവിക്രയം, നിന്റെ വിശ്വാസം, നിന്റെ പ്രാർത്ഥന, നിന്റെ സ്വഭാവം, നിന്റെ ഇടപാടുകൾ, നിന്റെ
അതിന്റെ ഏറ്റവും ഒടുക്കം നീ വിരിപ്പിലേക്ക് മടങ്ങിപ്പോകുന്നത് പോലും ആ പ്രവാചകന്റെ മാതൃകയിലാണോ എന്ന അന്വേഷണത്തിലാണ് ഇതാ അല്ലാഹു അക്ബർ എന്ന ഈ തക്ബീർ ധ്വനിയുടെ അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ. എന്താ അതിന്റെ അർത്ഥം? എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത്, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയത് അല്ലാഹുവാണ്. അസ്ലംതു റബ്ബി, എന്റെ ജീവിതത്തെ ഞാൻ ഇത് അല്ലാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു. ഇത് പറയാനുള്ള കഴിവാണ്. രണ്ടാമത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ സ്വഭാവം അൽ വഫാ വ ഇബ്രാഹിമുല്ലദീ വഫാ. ഇബ്രാഹിം ആരാണെന്നറിയോ നിങ്ങൾക്ക്? കരാറ് പൂർത്തീകരിച്ചവനാണ്. അപ്പൊ കരാറ് പൂർത്തീകരണം ഉണ്ടാകുമ്പോഴേ നമ്മൾ മില്ലത്ത് ഇബ്രാഹിമിൽ ഉണ്ടാകുന്നുള്ളൂ. നമ്മൾ അല്ലാഹുവിനോട് എത്ര കരാറുകളാ ചെയ്യുന്നത്, മനുഷ്യരോട് എത്ര കരാറുകളാ ചെയ്യുന്നത്. സുബൈ നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ രാവിലെ പടച്ച റബ്ബിന്റെ മുമ്പിൽ കൈകെട്ട് നിന്ന് പറയുന്നത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്. അല്ലാഹുവേ, ഈ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അല്ലാഹുവിനിതാ എന്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിനോട് ചെയ്യുന്ന വഫാ എന്താണ്, വഅദ് എന്താണ്? ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദര, ഓരോ നേരത്തെ നമസ്കാരവും കഴിഞ്ഞിറങ്ങുമ്പോഴും നീ അല്ലാഹുമായി ഒരു കോൺട്രാക്റ്റിൽ ഒപ്പിട്ടിട്ടാണ് നിന്റെ നമസ്കാരത്തിൽ നിന്ന് നീ സലാം വിട്ടുന്നത്. ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി. എന്റെ ആരാധനയും എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മവും സർവ ആരാധനകളും എന്റെ ജീവിതം തന്നെയും എന്റെ മരണം തന്നെയും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ മുഴുവൻ രക്ഷിതാവായ പടച്ചോനെ നിനക്ക് വേണ്ടിയാണ്. ഇത് പറയുന്ന ഞാനാണ് ഹറാമായ ഭക്ഷണം കഴിക്കുന്നത്. ഇത് പറയുന്ന ഞാനാണ് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വസ്ത്രധാരണം നടത്തുന്നത്. ഇത് പറയുന്ന ഞാനാണ് അല്ലാഹുവിന് കോപമുണ്ടാക്കുന്ന സംഗീതാലാപനങ്ങൾക്ക് ചെവി വെച്ചു കൊടുക്കുന്നത്. ഇത് പറയുന്ന ഞാൻ തന്നെയാണ് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകുന്നത്. അല്ലാഹുവിന് താല്പര്യമില്ലാത്ത ഏറ്റവും നിരർത്ഥകമായ മാർഗങ്ങളിൽ ഭാഗ്യദോഷങ്ങളെ തേടിപ്പോകുന്നവൻ ഇവൻ തന്നെയാണ്. അല്ലാഹു അല്ലാത്തവരെ ഭയപ്പെടുന്നത്. എവിടെ വഫാ? ഇബ്രാഹിം അല്ലാഹുമായി കരാറ് പാലിച്ചവനാണെന്ന് നമ്മൾ പറയുമ്പോ, മില്ലത്ത് ഇബ്രാഹിമിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറയുമ്പോ, സഹോദര, ഐനൽ വഫാ? എവിടെയാണ് അല്ലാഹുവിന്റെ പരീക്ഷണത്തിന്റെ മുമ്പിൽ ഒതുങ്ങാനുള്ള കഴിവ്? എവിടെയാണ്? മറ്റൊന്ന് അല്ലാഹു ഇബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞത് ഫഅതമ്മഹുന്ന, അല്ലാഹുവിന്റെ കലിമാത്തുകളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടപ്പോ അത് പൂർത്തിയാക്കി എന്നാണ്. അല്ലാഹു തന്റെ സ്വന്തം മകനെ അറുക്കണമെന്ന് കൽപ്പിച്ചപ്പോ അവിടെ അതിന് സന്നദ്ധനായ ഇബ്രാഹിമിനെ നമ്മൾ കാണുന്നു. സ്വന്തം ഭാര്യയെയും പിഞ്ചോമനെയും എടുത്ത് പച്ചവെള്ളമോ അതുകൊണ്ട് തന്നെ പച്ചിലയോ ഇല്ലാത്ത മരുപ്രദേശത്തേക്ക് പോകണമെന്നും അവിടെ വിട്ടേക്കണമെന്നും പറഞ്ഞപ്പോ അവിടെ വിട്ടുവെച്ചു പോകുന്നു. എന്നിട്ടും ഇബ്രാഹിം ചോദിച്ചില്ല, എന്റെ റബ്ബേ, എന്റെ മക്കൾക്കാർ വെള്ളം കൊടുക്കും, എന്റെ ഭാര്യ ആ മരുഭൂമിയിൽ തൊണ്ട വരണ്ടുണങ്ങി മരിച്ചു പോയാൽ അവരുടെ മയ്യത്ത് കബറടക്കാൻ പോലും ഒരു മനുഷ്യക്കുഞ്ഞ് അവിടെ ഇല്ലല്ലോ റബ്ബേ എന്ന് ഇബ്രാഹിം തിരിച്ചു ചോദിച്ചില്ല. ഈ ചോദിക്കാതിരിക്കാനുള്ള കഴിവാണ് സഹോദരന്മാരെ ഇസ്ലാം അഥവാ സമർപ്പണം എന്ന് പറഞ്ഞാൽ. അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ജീവിതം കൊണ്ട് നമുക്ക് പറയാൻ കഴിയണം, എന്റെ ജീവിതം റബ്ബിന് ഞാൻ ഇതാ സമർപ്പിച്ചിരിക്കുന്നു. വഇദാ ഖലല്ലാഹു അംറൻ വഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖൈറതു ഫിൽ അംറിഹിം. ഒരു വിശ്വാസിക്കോ ഒരു വിശ്വാസിനിക്കോ അല്ലാഹുവോ അവന്റെ പ്രവാചകനോ ഒരു കാര്യം വിധിച്ചാൽ അവരുടെ സ്വന്തം കാര്യത്തിൽ അവർക്ക് സ്വന്തമായ ഒരു തെരഞ്ഞെടുപ്പ് പാടില്ല. എനിക്കിഷ്ടമതാണ്, എനിക്ക് തോന്നുന്നത് അതാണ്, എനിക്ക് ഇഷ്ടം അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിവെക്കാൻ കഴിയില്ല. അല്ലാഹു പറഞ്ഞുവോ റസൂൽ പറഞ്ഞുവോ അത് ശരിയാണോ, ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് പറഞ്ഞാൽ അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇതാ എന്റെ ലോകരക്ഷിതാവിന് ഞാൻ സമർപ്പിച്ചു എന്ന് പറയാനുള്ള തന്റെ ഇടമാണ് സഹോദരന്മാരെ ഈ പെരുന്നാൾ കൊണ്ട്, ഈ തക്ബീർ ധ്വനികളെ കൊണ്ട് നമുക്കുണ്ടാവേണ്ടത്. അതെ, ഈ പെരുന്നാൾ ആഘോഷത്തിന്റേത് കൂടിയാണ്, വിനോദത്തിന്റേത് കൂടിയാണ്. ഞങ്ങൾക്ക് കളിക്കാറുണ്ടായിരുന്ന ദിവസത്തിന് പകരമാണ് നൽകിയതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിനോദിക്കാനാണ്. പക്ഷേ മറന്നുകൂടാ, നമുക്ക് പരിധികളെ മറന്നുകൂടാ. വിശ്വാസികളുടെ വിനോദത്തിന്റെ പരിധികളെ ആഹ്ലാദപൂർവമാക്കുന്നത് സ്വന്തം കുടുംബങ്ങളിലും സുഹൃത്തുക്കളിലുമുള്ള പരസ്പര സന്ദർശനത്തിലൂടെയും ബന്ധം പുതുക്കുന്നതിലൂടെയും അനുവദനീയമായ വിനോദ മാർഗങ്ങളിൽ ഉൾക്കൊള്ളുന്നതിലൂടെയും പങ്കാളികളാകുന്നതിലൂടെയുമാണ്. അതുകൊണ്ട് അതിന്റെ വഴികളെ നമ്മൾ തേടണം. ഇസ്ലാഹി സെന്റർ പോലെയുള്ള ഒരുപാട് പിന്നെ ഇസ്ലാമിക സംരംഭങ്ങൾ, ഇസ്ലാമികമായ
പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വിനോദിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട്. ഈ ദിവസത്തിൽ ഏറ്റവും വലിയത് മറ്റൊന്ന് ബലികർമ്മമാണ്, അദ്ഹിയത്താണ്. ഇന്നഹാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഇതാ നിനക്ക് ഞാൻ അനുഗ്രഹം നൽകിയിരിക്കുന്നു, അതിന് പകരമായി അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. നീ നിന്റെ റബ്ബിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുക, നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ പ്രവാചകൻ ബലിയെ കുറിച്ച് പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു, എന്താ മാ ഹാദിഹിൽ അല്ലാഹി, എന്താ പ്രവാചകരെ ഈ അദ്ഹിയത്ത്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖാലു സുന്നത അബി ഖാല സുന്നത അബീകും ഇബ്രാഹിം. നിങ്ങളുടെ പൂർവ്വ പിതാവ് എബ്രഹാം പ്രവാചകന്റെ മാതൃകയാണ്. മാലനാ ഫിഹാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് അതിൽ എന്താ റസൂലേ ഉള്ളത്? ലികുല്ലി ശഅറത്തിൻ ഹസന, അതിന്റെ ഓരോ രോമത്തിലും നിങ്ങൾക്ക് ഹസനത്തുണ്ട്. അടുത്തതായി വിശ്വാസികൾ നീങ്ങേണ്ടത് അവിടേക്കാണ്. അതിന് സാക്ഷികളാവുക, സ്വന്തം ഭക്ഷിക്കുക, സുഹൃത്തുക്കളെയും പാപങ്ങളെയും ഭക്ഷിപ്പിക്കുക. അതാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതേപോലെ തന്നെ ഈ ആഘോഷവേളയിൽ പക്ഷേ ഒരു വിശ്വാസിയുടെ ഭാഗത്ത് കടന്നു വരേണ്ട മറ്റൊന്നുണ്ട്. ഒരു സന്തോഷത്തിന്റെ ഒരു വശത്തിന്റെ മൂലയിൽ അവന് ചില വേദനകളുണ്ട്, ചില വ്യതകളുണ്ട്. അവന്റെ സക്കീനത്തിനും അവന്റെ ലഹുവിനും അവന്റെ ആഹ്ലാദത്തിനും സുറൂറിനും അപ്പുറം മഹാലുൽ മുസ്ലിമീന ഫിൽ ആലം, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി എന്താണ്? ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പോലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് സുരക്ഷിതരായി ആശ്വാസത്തോടു കൂടി ഈ ആകാശത്തിന്റെ മേലാപ്പിന്റെ കീഴെ സർവസ്വതന്ത്രരായും കൊണ്ട് വന്നിരിക്കാൻ കഴിയാത്ത ആലാഫുൻ മിനൽ മുസ്ലിമീന മസ്ജൂനീൻ മഖ്ബൂദീൻ, അങ്ങനത്തെ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളെ ലാ തൻസാഹും അയ്യുഹൽ മുസ്ലിമൂൻ, ലാ തൻസാഹും ഫീ ദുആഇകും അയ്യുഹൽ മുസ്ലിമൂൻ. ലോക മുസ്ലിങ്ങളുടെ അവസ്ഥ ഇന്നത്ര സന്തോഷകരമല്ല. പക്ഷേ നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയൊരു ആയുധമുണ്ട്, അണുവായുധങ്ങളെക്കാളും പ്രഹരശേഷിയുള്ള ഒരു ആയുധമുണ്ട്. അതാണ് അദ്ദുആ, അസ്ലിഹത്തുൽ മുഅ്മിൻ അദ്ദുആ. ഏറ്റവും വലിയത്, മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അൻസുറുൽ മുസ്ലിമീന ഫീ കുല്ലി ആലം എന്ന് പറയാത്തൊരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവരുത്. രോഗം കൊണ്ടോ കഷ്ടപ്പാടുകൾ മുഖേനയും അതുപോലെ തന്നെ സുരക്ഷാ പ്രശ്നങ്ങളുടെ പേരിലും മനുഷ്യർക്കിടയിലെ വികലമായ ചിന്താഗതികൾ നട്ടുണ്ടാക്കിയ തീവ്രവാദത്തിന്റെ പ്രത്യാഘാതപരമായും നിരപരാധികളായ സഹോദരന്മാർക്കും ഇവിടെ എത്താൻ കഴിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവരുടെ ഈദാഘോഷത്ത് വേളയിലെ വിഷമങ്ങളെ മറന്നുകൂടാത്തവനാണ്. അള്ളാഹുവിന്റെ റസൂൽ പ്രോത്സാഹിപ്പിച്ച മറ്റൊന്നാണ് സദഖ. ലാ തൻസാ ഫീ ഹാദൽ അയ്യാം അസ്സദഖാത്ത്. നിങ്ങൾ എത്ര ആഹ്ലാദിക്കുമ്പോഴും സദഖ നിങ്ങളോടൊപ്പമുണ്ട്. അവസാനമായി വഫിൽ അഖീറ യാ അയ്യുഹൻ നിസാ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂല് മറന്നു പോകാതെ നിങ്ങൾ അടുത്തേക്ക് വന്നില്ലേ? പെരുന്നാൾ ദിവസം നിങ്ങളോട് പ്രത്യേകം ഉപദേശിച്ചില്ലേ? എന്താ കാരണം? അന്നിസാഉ ശഖായിഖുൽ റിജാൽ, പുരുഷന്മാരുടെ പകുതിയല്ലേ ഇസ്ലാം? ഈ സമൂഹത്തിന്റെ പകുതിയാണ് നിങ്ങൾ. അന്നിസാ അൽ ഉമ്മഹാത്ത് മദ്രസത്തുൽ ഊല, ഒന്നാമത്തെ വിദ്യാലയമല്ലേ? ഈ തലമുറ വളരുന്നത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ മടിത്തട്ടിൽ നിന്നാണ് ആരോഗ്യവും വിശ്വാസവും ധൈര്യവുമുള്ള ഈ സമർപ്പണത്തിന്റെ തലമുറ വളർന്നു വരേണ്ട ഫാക്ടറികൾ നിങ്ങളുടെ മടിത്തട്ടാണ്. ആ മടിത്തട്ട് ഈമാനികമാണോ? എബ്രഹാം പ്രവാചകനെ നിങ്ങൾക്കറിയില്ലേ? അവരുടെ കൂടെ ഒരു ഹാജറ ഉണ്ടായിരുന്നു. ആരാണ് ഞങ്ങളോട് പറഞ്ഞത്? അല്ലാഹുവാണോ ഞങ്ങളെ ഇവിടെ വിട്ടേച്ചു പോവാൻ എന്നോട് കൽപ്പിച്ചതെന്ന് ചോദിച്ചപ്പോ മറുപടി പറഞ്ഞ അതേ നാം എന്ന് പറഞ്ഞ ഇബ്രാഹിമിനോട്, എങ്കിൽ നീ പോയിക്കോ, അവൻ ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞില്ലേ? ആ ഇബ്രാഹിമിന്റെ കൂടെയുള്ള പെണ്ണിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ 12 മണിക്കൂർ വരെ ഈ പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്നു. അവരുണ്ടാക്കിയ മാറ്റം, ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് അതിലൂടെയാണ്. ഈ 12 മണിക്കൂറും നിങ്ങൾ വീട്ടിലുണ്ട്. നിങ്ങളുടെ സമയം നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു? ഖുർആൻ പഠിക്കാനും അറിവ് നേടാനും നല്ല കാര്യങ്ങളെ കുറിച്ച് അറിയാനും പരസ്പരം ചർച്ച ചെയ്യാനുമുള്ള വലിയൊരു സമയത്തെ നിങ്ങൾ നശിപ്പിച്ച് കളയല്ലേ? ആ ഭാഗം നിങ്ങൾ മറന്നു പോകരുത്. ഈമാനികമായി മക്കളെ വളർത്തണമെങ്കിൽ ആദ്യം ഈമാനികമായ ഒരു തലം നിങ്ങൾക്ക് വേണം. ആ ഇബ്രാഹിമിന്റെ യാത്രയിൽ മറ്റൊരു പാഠം കൂടി സഹോദരിമാരെ നിങ്ങൾക്കുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ അള്ളാഹുവിന്റെ ഭവനത്തിന്റെ അടുത്ത് വന്നുകൊണ്ട് ഭാര്യയെയും മക്കളെയും ഇടക്കിടക്ക് സന്ദർശിക്കാറുള്ള ഒരു കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ
അവിടെ ഇബ്രാഹിം ഒരിക്കൽ വന്നപ്പോ അവിടെ മകന്റെ ഭാര്യ ഉണ്ടായിരുന്നത്. മരുമകളോട് കാര്യങ്ങൾ ചോദിച്ചപ്പോ മരുമകൾ പറഞ്ഞു, എന്ത് പറയാനാ, പ്രയാസം തന്നെയാണ്. ആരാ അവിടെ ഉള്ളത്? പരാതി കൊട്ട അയച്ചു വെച്ചു. ആ മകനോട് പറയാൻ വേണ്ടി ആ പിതാവ് വസിയത്ത് ചെയ്തത്, മകൻ വരുമ്പം പറയണം, ഒരു ഷെയ്ഖ് വന്നിരുന്നു, അയാൾ പറഞ്ഞിട്ടുണ്ട് വാതിലിന്റെ വാതിൽ കെട്ടിൽ മാറ്റി വെക്കണമെന്ന്. ആ സ്ത്രീ അതേപോലെ തന്നെ ഇസ്മായിൽ വന്നപ്പോ പറഞ്ഞു, എന്താ അതിന്റെ അർത്ഥം? ആവലാതിക്കൊട്ട ബോധിപ്പിക്കുന്ന ആവലാതിക്കൊട്ട തുറക്കുന്ന ഭാര്യയെ അല്ല ഒരു നല്ല മൂമിനിന്റെ വീട്ടിൽ വേണ്ടത്. രണ്ടാമത്തെ ഭാര്യയ്ക്ക് ശേഷം മറ്റൊരു ഭാര്യയെ സ്വീകരിച്ചതിന് ശേഷം പിതാവ് വന്നപ്പോ ചോദിച്ചു, വമഹാലുക്കും, എങ്ങനെയുണ്ട് നിങ്ങളെ ഹാല്? അവര് പറഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാ സൗകര്യങ്ങളുണ്ട്, പ്രശ്നമില്ല. നല്ല ഉള്ളതിൽ തവക്കുലാക്കുകയും ഉള്ളതിൽ കനാഅത്തുണ്ടാവുകയും സംതൃപ്തി ഉണ്ടാവുകയും ചെയ്ത ആ ഭാര്യയുടെ മറുപടിയിൽ എബ്രഹാം പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു, സബ്ബിത് ഹാദൽ ബാബ്, ഈ വാതിൽക്കട്ടിൽ ഉറപ്പിച്ചു വെക്കാൻ ഒരു ഷെയ്ഖ് വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നീ മകൻ പിയാപ്പിള വരുമ്പോ പറയണമെന്ന് പറഞ്ഞു. സഹോദരിമാരെ, ഇവിടെ നിങ്ങൾക്ക് പാഠമുണ്ട്. ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് തന്റെ കുടുംബത്തെയും ഭർത്താവിനെയും അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഇബ്രാഹിമിന്റെ മില്ലത്ത് പിന്തുടരുന്ന മുസ്ലിമായി ജീവിക്കുന്നതിലേക്ക് സഹായിക്കുന്ന ഏറ്റവും വലിയൊരു വാതിൽക്കട്ടിലാണ് നിങ്ങൾ. ആ വാതിൽക്കട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്കുള്ള ബൾബ് നിങ്ങൾ തുറക്കണം. അതിലേക്ക്, നന്മയിലേക്ക് നിങ്ങൾ അവരെ യാത്രയാക്കണം. നന്മകളിൽ നിന്ന് നിങ്ങൾ അവരെ സ്വീകരിക്കണം. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത്, വജാഹിദു ഫീ സബീലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, സഹോദരിമാരെ, സഹോദരന്മാരെ, വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ യഥാവിധത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുക, സമർപ്പണത്തിലും ത്യാഗത്തിലും ഏർപ്പെടുക. അവനാണ് നിങ്ങളെ സ്വീകരിച്ച് തെരഞ്ഞെടുത്തത്. ഈ അള്ളാഹുവിന്റെ മതത്തിൽ നിങ്ങൾക്ക് കഴിയാത്തൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ തൗഹീദിന് വേണ്ടി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഇബ്രാഹിം പ്രവാചകന്റെ മാതൃകയിലേക്ക് വരിക. നന്മയുടെ എല്ലാ വഴികളിലും നമ്മൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ അവസാനത്തിൽ يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. നിങ്ങളുടെ ജീവിതം കൈഫൽ ഹയാത്ത് ലൈസ മുഹിം വകൈഫൽ മമാത് ഹിയൽ മുഹിം. നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു ഇന്നലെ എന്നതിനല്ല, നിങ്ങൾ നാളെ മരിക്കുമ്പോൾ ഖവാത്തിം, നിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, അതെവിടെയാണ്, അതെന്തിനാണ്, അതെങ്ങനെയാണ്, നിന്റെ നിലപാട് എന്താണ്, അവിടെയാണ് നിന്റെ പരീക്ഷണം. അതുകൊണ്ട് എങ്ങനെ ജീവിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഒരു മുസ്ലിമിന്റെ മനസ്സിടിക്കേണ്ടത്, പടച്ചോനെ, ഞാൻ മരിക്കുമ്പം എന്റെ അവസാനം എങ്ങനെയാകുമെന്നതാണ്. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, എല്ലായ്പ്പോഴും മുസ്ലിമായി ജീവിക്കുവാൻ പരിശ്രമിക്കുക. അതാണ് ഇബ്രാഹിം മില്ലത്ത്. ആ മില്ലത്തിന്റെ ഉച്ചസ്ഥല പ്രഖ്യാപനമായി ഈ ഈദിനെ നമ്മൾ എടുക്കുകയും നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹോദര്യ ബന്ധങ്ങൾ പുലർത്തുകയും തഖബ്ബലല്ലാഹു മിന്നാ വമിൻക എന്ന ആശംസയോടുകൂടി ആളുകൾക്ക് വേണ്ടി ഗുണകാംക്ഷയോടുകൂടി ബന്ധം പുലർത്തുകയും ചെയ്ത് ഐക്യത്തോടെയും സ്നേഹത്തോടെയും സമ്പർക്കങ്ങളിലൂടെയും ശക്തമായ ഒരു മുസ്ലിം ഉമ്മത്ത് കമസലിൽ ജസദിൽ വാഹിദ്, ഒരു ശരീരം കണക്കെ എന്ന് റസൂൽ പറഞ്ഞ പോലെ ആയിത്തീരുന്ന വിശ്വാസികളാവുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഇതുപോലെ ആഘോഷവേളയിൽ സന്തോഷത്തോടുകൂടി അല്ലാഹുവിന്റെ ദീനിനെ സമർപ്പിച്ച് ആ ചിഹ്നങ്ങൾ ഉയർത്തി പറയാൻ ആളുകൾ കൂടിയ ഈ വിശ്വാസികളുടെ ഈ പ്രാർത്ഥനാ മണ്ഡപങ്ങളിലേക്ക്, പ്രാർത്ഥനാ സദസ്സുകളിലേക്ക് കടന്നു വരാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്ന ജയിലുകളിലും രോഗക്കിടക്കകളിലും ആശുപത്രി ശയ്യകളിലും കിടക്കുന്ന വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങളെ അല്ലാഹു നീക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, നാളെ ഇസ്ലാഹി സെന്റർ ഈദാഘോഷത്തിന്റെ ഭാഗമായി